വേറൊരു ക്വസ്റ്റ്യൻ, ഈ നിത്യജീവനും രക്ഷ ഒന്നാണോ? അല്ല, നിത്യജീവൻ രക്ഷ ഒന്നല്ല. രക്ഷ എന്ന് പറയുന്ന ഒരു വിശാലമായ പദമാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ രക്ഷയല്ല. അത് ആ കോണ്ടക്സ്റ്റിൽ നോക്കിയിട്ട് അവിടെ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അവൻ രക്ഷപ്പെട്ടു കേട്ടോ, അല്ല അവൻ രക്ഷപ്പെട്ടു, അവനിപ്പോ ന്യൂസിലാൻഡിലാന്ന് പറയത്തില്ലേ? അല്ലേ ഇപ്പൊ അത് രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റല്ല. ആ കോണ്ടക്സ്റ്റിൽ രക്ഷ എന്ന് പറഞ്ഞാൽ അവന് ഫിസിക്കലി അല്ലെങ്കിൽ അവന് നല്ല ജോലി കിട്ടി, ഫിനാൻഷ്യലി അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സോഷ്യലി ഈ കേരളത്തിലെ ട്രാഫിക് ജാമിൽ നിന്നും മറ്റ് ഹർത്താലിൽ നിന്നും പവർ കട്ടിൽ നിന്നും ഒക്കെ അവൻ രക്ഷപ്പെട്ടു, കൊതുവില്ലാത്ത പാമ്പില്ലാത്ത ന്യൂസിലാൻഡിൽ പോയി താമസിക്കുന്നു, നല്ലതായി, അവൻ രക്ഷപ്പെട്ടു എന്താ. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ്. ഇപ്പൊ രക്ഷ എന്നുള്ളത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ്. അപ്പൊ രക്ഷ എന്നുള്ള പദം നമ്മൾ എവിടെ ഉപയോഗിച്ചാലും അത് എന്തിനുപയോഗിച്ചു, അല്ല രക്ഷ എന്ന് പറഞ്ഞൊരു കോമൺ പദം, ഒറ്റ അർത്ഥമുള്ള ഒരു പദം അല്ല രക്ഷ കേട്ടോ. രക്ഷ എന്ന് പറഞ്ഞാൽ അത് ആ കോണ്ടക്സ്റ്റിൽ എന്താണ് രക്ഷ എന്ന് നോക്കണം. നിത്യജീവൻ എന്ന് പറഞ്ഞാല് നിത്യജീവൻ എന്ന് പറഞ്ഞാല് ഇറ്റേണൽ ലൈഫ് എന്നുള്ളതാണ് ആ ഒരു അർത്ഥം. അതെല്ലാവർക്കും ഉണ്ടോ അതോ ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ? നിത്യജീവന് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ഇല്ലല്ലോ. നിത്യജീവൻ ലഭിക്കുന്നത് പറഞ്ഞാൽ നിത്യജീവന് അവകാശികളായവർക്കാണ് നിത്യജീവൻ കിട്ടുന്നത്. നമ്മള് ഈ കുർബാന അനുഭവത്തിലൂടെ ഒക്കെ നമ്മൾ പറയുന്നത് ജീവന്റെ ഔഷധമാണ് കുർബാനയൊക്കെ, അത് കഴിക്കുന്നതോടെ നമുക്ക് നിത്യജീവൻ ഉറപ്പാക്കുകയാണ്. അതെ അതെ അതെ, നിത്യം നമുക്കുള്ള ഒരു വാഗ്ദാനം എന്ന രീതിയിൽ നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് സെലക്ഷൻ ഉണ്ടോ? ഇല്ലില്ല. ഈ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് ഇഗ്നാത്തിയോസ് ന്യൂറോന പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ കുർബാന അമരത്വത്തിനുള്ള ഔഷധമാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ അനുസൃതിയിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഒരു ഔഷധമായിട്ടാണ് സഭ വിശുദ്ധ കുർബാനയെ കാണുന്നത്. മെഡിസിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും വേണം അല്ലേ? ഇല്ല, വിശുദ്ധ കുർബാന എന്താണെന്ന് പഠിച്ചാൽ മതി. അപ്പം നമുക്കത് അതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാവും. അതിനകത്തെല്ലാം ഉണ്ട്. വിശുദ്ധ കുർബാനയുടെ ഒരു സമഗ്രമായ പഠനത്തിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്താണ് നിത്യജീവനെന്നും എങ്ങനെയാണ് അത്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാലും അത് കറക്റ്റാണ്. പിന്നെ വിശുദ്ധ കുർബാന അമരത്വത്തിനുള്ള ഔഷധമാണ്. താങ്ക് യു.